ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചീസ് കേക്ക് റെസിപ്പിയാണ്, ബാസ്ക് ബേൺ ചീസ് കേക്ക്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 400 ഗ്രാംസ് ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഹാഫ് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇവിടെ ഞാൻ ബ്ലെൻഡറൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് സ്പാച്ചുലം അതേപോലെ വിസ്കും വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സമയം ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അടുത്തതായിട്ട് വനില എക്സ്ട്രാക്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വനില എസൻസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചധികം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനിലയ്ക്ക് പകരം ഇതിൽ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ലെമൺ ജസ്റ്റോ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ അരിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് നോർമൽ മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് കമ്പൈൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ബേക്കിംഗ് പേപ്പറിന് നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ടൊന്ന് മടക്കി എടുക്കുകയാണ്. അത് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി അതിന് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. 2 ബേക്കിംഗ് ഷീറ്റ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പാത്രം വെച്ച് അതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനിയൊന്ന് അരിച്ചതിന് ശേഷം ഈ നമ്മുടെ ബാറ്ററിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് ടൈം വരുന്നത് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 200 ഡിഗ്രിയിൽ ഒരു 50 to 55 മിനിറ്റ്സ് നമ്മളിതിനെ ബേക്ക് ചെയ്തിട്ടെടുക്കണം. 50 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ്സ് നിങ്ങൾ ടോപ്പ് ലെയറിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ബേൺ ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും. ഇതിനെ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴേക്കും നല്ല ഫ്ലേവറൊക്കെ വന്ന് കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചീസ് കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.